10 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് സൂസൈഡ് ചെയ്യുക. അതും ചിന്തിക്കണം, നമ്മളൊക്കെ 10 വയസ്സ് പഠിക്കുമ്പോൾ സൂസൈഡാണ്, അതൊക്കെ എന്താണെന്ന് നമ്മൾ ആലോചിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ 10 വയസ്സൊന്നുമില്ല. മറ്റേ ഒരു കുറച്ച് കാലത്തിന് മുമ്പ് ചെറിയ കുട്ടി ഷാളിൽ തൂങ്ങിയില്ല ബാത്റൂമിൽ. അതേപോലെ ഇതൊക്കെ നേരെ അങ്ങനെ മേലെ ബിൽഡിംഗ് പണി കഴിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ കെട്ടി ചാടി ചാവാൻ നിൽക്കുക. കാരണം എന്താ? മൊബൈൽ ഇസ് ദ കാരണം ഗൈസ്. മൊബൈലൊക്കെ ഒരു കാരണമാണ് നമ്മൾ ചിന്തിക്കും. അതേ കാരണമാണ്. കാരണം ഇപ്പോൾ വളർന്നു വരുന്ന സൊസൈറ്റിയിലെ കുട്ടികൾ എല്ലാവരും മൊബൈലില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തവരാണ്, ഇൻക്ലൂഡിങ് മീ. എനിക്ക് നമ്മുടെ കാറ്റഗറിയും ആ പിള്ളേരുടെ കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മൊബൈലൊരു അനിവാര്യ ഘടകമാണ്. അവർക്കതൊന്നും ആവശ്യമില്ല. ഈ കളിപ്പാട്ടം കൊണ്ട് കളിച്ച് നടക്കുന്ന പ്രായത്തിൽ ഈ മൊബൈൽ കൊടുത്തു വിടുന്ന വീട്ടുകാരനാണ് അതിനെ പറയാൻ. 10 വയസ്സൊന്നും ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ ആ സമയത്ത് മൂക്കൊലിച്ച് നടക്കുന്ന പ്രായം. ആ ചെക്കൻ അവിടെ ഗെയിം കളിച്ചിട്ട് എന്തോ റീസൺ ഒന്നും കേൾക്കട്ടെ, മൊബൈൽ മേടിച്ചാണ് റീസൺ. ആ വീട്ടുകാരനെ പറഞ്ഞാൽ മതി. കാരണം ആ വീട്ടുകാരനെ പറഞ്ഞ കാര്യമില്ല, ഏകദേശം കേരളത്തിൽ നിന്നല്ല മക്കളുള്ള എല്ലാ വീട്ടുകാരും അതാണ് ചെയ്യുന്നത്. പിള്ളേർക്ക് കൊടുക്കും, ഫോണ് കൊടുക്കും. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവരൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ നിൽക്കുമല്ലോ, കരച്ചിൽ നിൽക്കുമെന്ന് വെച്ചാൽ ഫോൺ കൊടുക്കും. ഇത് പിന്നെ അങ്ങനെ വളർന്ന് വരുമ്പോൾ ഫോണില്ലാണ്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഫുട്ബോളൊക്കെ ഫോണിലല്ല കളിക്കേണ്ടത് ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കേണ്ടതാണെന്ന് ഇവരെപ്പോൾ പഠിക്കണം? അവർക്ക് കൂടി ചോദിച്ചാൽ വേണമെങ്കിൽ അവർക്ക് അറിയും കൂടി ഉണ്ടാവില്ല. എന്താ ഫുട്ബോൾ കളിയെന്ന് വേണമെങ്കിൽ അവർക്ക് അറിയോ? ഇങ്ങനെ കളിക്കേണ്ടത് വേണമെങ്കിൽ ചോദിച്ചാൽ അവർക്ക് അറിയോ? ഇല്ല. അങ്ങനെയാണ് ഈ പിള്ളേരുടെ പോക്ക്. റിയാസ് സലീം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഈ തലമുറത്തെ പിള്ളേരെന്തോ അങ്ങനെ. അതിന് റിയാസ് സലീമിനെ ഫുൾ ഹേറ്റേഴ്സ് ഇങ്ങനെ. ഇപ്പം എന്തുണ്ട്? റിയാസ് പറഞ്ഞ അച്ചട്ടായിട്ട് കാണുന്നില്ല, മനസ്സിലാവുന്നില്ല. വീട്ടുകാരനെ പറഞ്ഞാൽ മതി എല്ലാവരുടെയും. പിള്ളേർ ഇപ്പോൾ പേളിമാണി എനിക്ക് തോന്നുന്ന ഒരു വീഡിയോയിൽ ഇങ്ങനെ പണ്ടായിരുന്നു, അതിന് ദേഷ്യം പിടിപ്പിച്ച് ഫോൺ വാങ്ങണ്ട, ഇങ്ങനെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മൊബൈൽ വാങ്ങുക, അങ്ങനെ വല്ലതും ചെയ്യണം. ഇത് വേണമെങ്കിൽ ആ കുട്ടിയിൽ നിന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ മക്കൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ ലിമിറ്റൊക്കെ വെക്കുക. എൻ്റെ ചേച്ചീൻ്റെ മക്കളും എല്ലാവരും ഫോൺ നോക്കുന്നവരാണ്, അവർക്കൊക്കെ ലിമിറ്റൊക്കെ ഉണ്ട്. അവർ ലിമിറ്റ് വെച്ചിട്ടാണ് മൊബൈലൊക്കെ നോക്കുന്നത്. അവർ പുറത്തിറങ്ങി കളിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. അല്ലാത്ത പിള്ളേരുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും നോക്കുക, പിള്ളേരെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മാതാപിതാക്കളുടെ കടമയാണ്. എന്നിട്ട് അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടോ സോഷ്യൽ മീഡിയയിൽ വന്ന് കത്തും. അതൊക്കെ ഒരു പരിധി വരെ മാത്രമേ ഉള്ളൂ ഈ സംഭവങ്ങളൊക്കെ. ബാക്കിയൊക്കെ എന്താണ്, ഒരു പരിധി വരെ നിൽക്കും. ഇതിപ്പോൾ ആ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഉണ്ടാവും. മൊബൈൽ അങ്ങനെയാണ്. പിന്നെ മൊബൈൽ ആവശ്യമാണ്. ഇപ്പോൾ അടുത്ത് തന്നെ ഞങ്ങളുടെ സ്കൂളിലല്ല, അടുത്തുള്ളൊരു സ്കൂളിൽ മൊബൈൽ എല്ലാവർക്കും മൊബൈലാണ്. കാരണം അവർക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസൊക്കെ മൊബൈലിട്ടിട്ടാണ് കൊടുക്കാറ്. പ്രൈവറ്റ് സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളല്ല. മൊബൈലിലാണ് കൊടുക്കാറ്. അതായത് ചെയ്യുന്നുണ്ടോ, വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണം, അങ്ങനെ. അപ്പോൾ പിള്ളേർക്ക് മൊബൈൽ ആവശ്യമാണ്. പിള്ളേരുള്ള വീട്ടിൽ മൊബൈൽ ആവശ്യമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 2030 50 50 ആവണ്ട, 2030 ആകുമ്പോഴേക്കും പകുതി ഇങ്ങനെ ആവും.